ഒരു സോസ് പോലും ഒഴിക്കാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എഗ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ച് മാത്രം നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഗ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മുട്ട ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്ക്രാമ്പിൾഡ് എഗ് ആക്കി നമുക്ക് മാറ്റി വെക്കണം. അപ്പൊ അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കരുത്, കാരണം നമുക്ക് ആ റൈസിന്റെ കൂടെ കടിക്കാൻ കിട്ടണം. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതൊന്ന് ചിക്കി എടുക്കാൻ വേണ്ടി. അപ്പൊ ആ ചിക്കി വെച്ചേക്കുന്ന മുട്ടയൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പച്ചക്കറികളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ് വയലറ്റ് ക്യാബേജ് ആണ് എടുത്തേക്കുന്നത്. 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്പ്രിംഗ് ഒനിയനും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് വഴഞ്ഞു വരണം. അതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. ആ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. പക്ഷെ ഒരുപാട് കുരുമുളക് പൊടി ചേർക്കരുത്. ഒരുപാട് എരിവായ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച്. ഇനി ഇതിലേക്ക് ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ആണ് ചേർക്കേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്ന റൈസ് പൊന്നി റൈസ് ആണ്. അപ്പോൾ അത് കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ച് വേവിച്ച് നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റൈസും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെജിറ്റബിൾസും ഈ ചോറും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പൊന്ന് ഇടയിലൊന്ന് നോക്കണം. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ റൈസ് ഒരുപാട് കൂടുതലും വെജിറ്റബിൾസും എഗ്ഗും കുറവ് എന്നുള്ള റേഷ്യോയിൽ എടുക്കരുത് ഒരിക്കലും. കാരണം വെജിറ്റബിൾസും എഗ്ഗും കുറവും റൈസ് കൂടുതലും ആണെന്നുണ്ടെങ്കിൽ വെറുതെ ചോറ് കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ വെജിറ്റബിൾസ് കറക്റ്റ് റേഷ്യോയിൽ ഉണ്ടാവണം. അതേപോലെ എടുക്കുന്ന റൈസും കറക്റ്റ് റേഷ്യോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എഗ് റൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സോസിന്റെയോ വേറെ ഒരു സൈഡ് ഡിഷിന്റെയോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.